എല്ലാവർക്കും എന്റെയും രവിയേട്ടന്റെയും നമസ്കാരം. ഞങ്ങൾ മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ കവിതയിലേക്ക് എന്നുള്ള ഒരു യാത്രയിലാണ്. അപ്പൊ ഇന്നത്തെ കവിത ഏതെടുക്കാം? പിന്നെ ഇന്ന് നമ്മള് പിറന്ന മണ്ണിൽ കവിയുടെ വളരെ പ്രസിദ്ധമായ വരികൾ കവിതയാണ്. അതില് കവി ഒരു 7-8 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. പല സ്ഥലത്തും അന്വേഷിച്ച് പോയിട്ടുണ്ട്. തൃശ്ശൂർ അവിടെയൊക്കെ പല ഞങ്ങൾ തന്നെ പോയിട്ടുണ്ട് ചെറുപ്പത്തില്. അന്നത്തെ കാലഘട്ടത്തിൽ ബന്ധപ്പെടാനുള്ള ഒരു സംവിധാനങ്ങൾ കുറവൊന്നുമില്ല, എഴുത്തും അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാനും ഇളയച്ചൻ ഞങ്ങൾ കുടുംബമൊക്കെ കുട്ടികളൊക്കെ കൂടെ പോയിട്ട് പല സ്ഥലത്തും അന്വേഷിച്ചെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നിരാശയോടുകൂടെ തിരിച്ചു. മുത്തച്ഛൻ പറഞ്ഞു പോയി നോക്കിയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. ഗുരുവായൂരും തൃശ്ശൂരൊക്കെ പോയത് ഓർമ്മയുണ്ട് എനിക്ക്. എൻ്റെ ചെറിയ കാലത്താണ്, അത്ര ഓർമ്മയുള്ളൂ. കാണാതെ തിരിച്ചു വന്നു. പിന്നെ തൃശ്ശൂരൊക്കെ പോയ ആളുകൾ കണ്ടതായിട്ട് പറഞ്ഞു. അച്ഛൻ നിങ്ങളെ പെട്ടെന്ന് ഇങ്ങനെ കണ്ട ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഓമനിക്കൊക്കെ ചെയ്യുമോ? ഞാൻ പറയാൻ പോകുന്നുള്ളൂ. അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ആളുകൾ കാണാൻ തുടങ്ങി തൃശ്ശൂര്. പിന്നെ വരും കാണുന്നവരോടൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെയും കുറെ കാലം കഴിഞ്ഞു. 7 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത്. ഗുരുവായൂർ ഭക്തനായിട്ട് ഒരു സന്യാസി വേഷത്തോടു കൂടിയൊക്കെയാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിലും ആ സന്യാസി വേഷം ഇടയ്ക്ക് ഇട്ടിരുന്നു. തോന്നുന്ന കാഷായ വേഷം ഒക്കെ ഇട്ടിട്ട് അപ്പോഴാണ് ഈ ഗുരുവായൂർ കൃതികളൊക്കെ എഴുതിയത്. അപ്പോഴാണ് അനന്തങ്കാട്, താമരമാല, ഭദ്രദൈവം എന്നൊക്കെ പറഞ്ഞ കൃതികളൊക്കെ എഴുതിയതാണ്. ഒരു സന്ധ്യാനേരത്ത് ഞാൻ മുത്തച്ഛൻ വഴിയിൽ കിടന്ന് ഉറങ്ങാൻ തുടങ്ങുമായിരുന്നു. മുത്തച്ഛൻ നാരായണീയത്തിൽ ശ്ലോകങ്ങൾ ചൊല്ലുമായിരുന്നു. പെട്ടെന്ന് അച്ഛൻ വന്നു മുത്തച്ഛൻ തൂണിന് മറവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ കുഞ്ഞിരാമൻ വന്നു, പടി കയറുന്നില്ല. അച്ഛൻ്റെ അനുവാദം വേണമല്ലോ. മുത്തച്ഛനെ കേട്ടെങ്കിലും കേൾക്കാതെ നടിച്ച് മറ്റേ ശ്ലോകം ചൊല്ലു തുടർന്നു. ഒന്നും ഉത്തരം പറഞ്ഞില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ഈ സമയത്തൊക്കെ അച്ഛൻ താഴത്ത് മുറ്റത്ത് നിൽക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ മുത്തച്ഛൻ മറവിൽ നിന്നുകൊണ്ട് വീണ്ടും പറഞ്ഞു, അവൻ പടി കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചൊല്ലു നിർത്തിയിട്ട് പറഞ്ഞു, അവനോട് കുളിച്ചു വല്ലതും കഴിക്കാൻ പറയാന്ന് പറഞ്ഞു. അത് കേൾക്കണ താമസം അച്ഛൻ പടികൾ ചാടി കയറി മുത്തച്ഛന് സാഷ്ടാംഗം നമസ്കരിച്ചു. കണ്ണിൽ നിന്ന് ധാരയായിട്ട് കണ്ണീര് പ്രവഹിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുറകോട്ട് മാറി നിന്നു. അച്ഛനാണെന്ന് മനസ്സിലായി. ഞാൻ വളരെ ഉദ്വേഗത്തോടെ താല്പര്യത്തോടെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ നമസ്കരിച്ച് 1-2 സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ചൊല്ലി. അത് കഴിഞ്ഞ് എണീറ്റ് മുത്തച്ഛന് ഒരു നിസ്സംഗമായ ഒരു ഭാവമാണ്. അങ്ങനെ ഇതൊന്നും മാത്രമൊന്നും പ്രതികരിച്ചിട്ടില്ല. ചൊല്ലി എണീറ്റ് അവിടെ പോയി മറഞ്ഞ് അവിടെ തന്നെ നിന്നപ്പോൾ ഞാൻ അച്ഛനെ സൂക്ഷിച്ച് നോക്കുമായിരുന്നു. ആ വേഷവും ഒക്കെ ആദ്യമായിട്ട് ഓർമ്മ വെച്ചതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കാണാണ്. അച്ഛന് ഞാൻ അനുഗമിച്ച് പിറകെ പോയി. അച്ഛൻ എന്നെ എടുക്കാൻ വേണ്ടി മുമ്പോട്ട് വരികയോ ചേർത്ത് പിടിക്കുകയോ ഒന്നും ഉണ്ടായില്ല. ഒരു നിസ്സംഗഭാവം മാത്രം. മനസ്സിലുണ്ടാകുന്ന ആ ഒരു വിഷമം. അതെ കുറെ ദിവസം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അമ്മ പുറത്തുനിന്ന് കരയാണ്. ബഹളം. വീട്ടിൽ ആൾക്കാരുണ്ട് വേറെ പുറത്ത് മുറ്റത്തൊക്കെ. കാരണം മുത്തച്ഛൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എപ്പോഴും വലിയ ജനബാഹുല്യമുള്ള വീടായിരുന്നു. ഒരുപാട് ആളുകൾ പല തർക്കങ്ങളുമായിട്ടൊക്കെ അതൊക്കെ പരിഹരിക്കുന്ന മുത്തച്ഛൻ്റെ മുമ്പിലാണ്. അങ്ങനെയുള്ള ഒരു രംഗം ഞാൻ ഓർക്കുകയാണ്. അതാണ് ഈ സന്ദർഭമാണ് പിന്നീട് പിറന്ന മണ്ണിൽ എന്ന കവിതയായിട്ട് വന്നത്. പറയുന്നതിന്റെ അച്ഛൻ കവിതയിലേക്ക് തന്നെ വരാം. അതെ, കവിതയിലേക്ക് തന്നെ വരാം. ആയിക്കോട്ടെ. ഇത് പറയുമ്പോ ആ പഴയ ഓർമ്മകളൊക്കെ എനിക്ക് മനസ്സിലൂടെ കടന്നു പോവാണ്. ഇത് അതിന്റെ ഇൻട്രഡക്ഷൻ അതിപ്പോ വായിക്കാൻ സമയം ഉണ്ടാവില്ല. കവിതയിലേക്ക് 45 കൊല്ലം മുമ്പ് കുറിച്ച കവിത എന്നാണ് ഈ പിറന്ന മണ്ണിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അതെ 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 അതെ. ജന്മനാട്ടിലേക്ക് ആ വണ്ടി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് മനസ്സ് ജപിച്ച് ഈ കല്ല് കൽക്കണ്ടം, ഈ പൂഴിത്തരി പഞ്ചാരത്തരി, കുട്ടിക്കാലം അങ്ങനെയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു
ഇൻട്രൊഡക്ഷൻ അതിലുണ്ട്. ഉം. അല്ലെ? അകന്ന വത്സനു മുല നൽകാൻ അന്തിക്കലറിപ്പായുന്ന പശുവിനെ പോലെ പുകവലിച്ചു നീ കുതിക്കുന്ന ധൂമശകടത്തിൽ ജനാലയിൽ കൂടി പിറന്ന കുഗ്രാമം കടും പ്രതിജ്ഞയാൽ തമിശ്ര ഗർഭമാ തടാവിൽ നിന്നു വിമോചനം നേടി പ്രതിഹതനായി പ്രവൃദ്ധമോഹത്താലകപ്പതിച്ചങ്ങിങ്ങലയുന്ന ജീവൻ ദുരിത തൽപ്പത്തെ നിപതിച്ചാത്തനായി മരണത്തിൽ കൊടും വിലങ്ങുകൾ പേറി നിറഞ്ഞ കണ്ണോടു മുടല വീട്ടിൽ നിന്നിറങ്ങി പോകുന്നോരവസനരാവിൽ വീട്ടിൽ നിന്നിറങ്ങി പോകുന്നോരവസനരാവിൽ അതെ ഉഴന്നു പോമൂർധ്വമിശ്രമാർഗത്തിരുദിക്കും കാർവർണ്ണ തിരുനാമം പോലെ. ഒരുപാട് വരികളുണ്ട്, എങ്കിലും കുറച്ചുകൂടി ചൊല്ലാം. പിറന്ന കുഗ്രാമം പരദാസ്യം തിന്നും ദരിദ്ര കോടിയെ പൊറുപ്പിക്കും കേര നിരകൾ നീങ്ങുന്നു ചുമടന്തി അന്തി കതിരം താമ്പുല ചുക പോലും നീല മലകൾ മായുന്നു ഒഴിഞ്ഞു വിണ്ടല വയൽ തിരെ കൊയ്ത്തു കഴിഞ്ഞു നീരത മരമറയുന്നു ഇരത്തടി പോയ കിളികൾ കുഞ്ഞുങ്ങളിരിക്കും മാമര നിര തിരയുന്നു ഉണരുന്ന സാന്ധ്യ സമീരനിൽ ശാന്തിയുതിരുമേകാന്ത സുഖമുയരുന്നു അണിയറയ്ക്കകം കഥകളി കരന്തിനന്ത താരകം വിളക്കു വയ്ക്കുന്നു മറിയുമാദിത്യ കിരണങ്ങൾ ചുറ്റി വിരിച്ച കണ്ടങ്ങൾ കനകമാടുന്നു കടലിൽ കാരുണ്യാകുലരുന്നു കിടാത്തികളോല കുടിലും പോകുന്നു അരികത്തു വന്നതകലത്താകിയുൾ മലരിയും കലശകടമോടുന്നു. അങ്ങനെയാണ് ഈ വരികൾ. ഒരുപാട് വരികളുണ്ട്. ഇത്രയും മതി എല്ലാവരും വേട്ട. ഏതായാലും നമുക്ക് അടുത്ത കവിതയിൽ നമുക്ക് കാണാം.